Hello dear students. നമുക്ക് സിക്സ്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സോ മൊഡ്യൂൾ 6ൽ these are syllabus. Okay, functional approximation, then numerical integration. There are four main topics are there: functional approximation, then numerical integration, then solution of simultaneous linear algebraic equation, then solution of partial differential equation. അപ്പം ഈ മെയിൻ ടോപ്പിക്കിൽ ഫങ്ഷണൽ അപ്രോക്സിമേഷനിൽ വരുന്ന രണ്ട് സബ് ടോപ്പിക്സ് ആണ് ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ പരബോള. ദെൻ ന്യൂമറിക്കൽ ഇൻ്റഗ്രേഷനിൽ വരുന്ന മൂന്ന് മെത്തേഡ്സ് ആണ് ട്രപ്പിസോയിഡൽ, സിംപ്സൺസ് റൂൾ ആൻഡ് ഗോസ് ക്വാഡ്രേച്ചർ മെത്തേഡ്. Then third main topic is solution of simultaneous linear algebraic equation. How to solve the linear algebraic equation. So അതിൻ്റെ ഒരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. Then last one is solution of partial differential equation. അതിൽ partial differential equation സൊല്യൂഷനുള്ള മെത്തേഡാണ് ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 6ൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ, ഫങ്ഷണൽ അപ്രോക്സിമേഷനുള്ള ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കഴിഞ്ഞ 5th മോഡ്യൂളിലൊക്കെ നോക്കിയിട്ടുണ്ട്. എല്ലാ മെത്തേഡിനും ഇംപ്ലിമെൻറ്റേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആ പ്രോബ്ലവും ദെൻ അതിൻ്റെ C++ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷനും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ. സോ ഫസ്റ്റ് ഞാൻ ഫങ്ഷണൽ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫങ്ഷണൽ അപ്രോക്സിമേഷൻ? Actually, general problem of finding equations for approximating curves which fit a given set of data is called the regression analysis or curve fitting. അതായത് നമുക്ക് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് തരും, ഒരു കർവിൻ്റെ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് തരും. ആ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് നമ്മൾ ഏത് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എടുത്താലാണ് കറക്റ്റ് ഒരു ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റനെ ഫിറ്റ് ആക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ജനറൽ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് പറഞ്ഞ റിഗ്രഷൻ അനാലിസിസ് ഓർ കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് methods for approximating curves are, one of the method is method of least squares method ഉണ്ട്. ലീസ്റ്റ് സ്ക്വയർസ് മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് സെറ്റ് ഓഫ് എക്സ് വാല്യൂസ് ഉണ്ട്, സെറ്റ് ഓഫ് വൈ വാല്യൂസ് ഉണ്ട്. സപ്പോസ് y is equal to f of x means what? Y is a dependent variable on x. Okay, x is an independent variable and y is a dependent variable. സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ പോയിന്റ്സിലുള്ള എറേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ എറേഴ്സിൻ്റെ സം കണ്ടുപിടിക്കും. സം ഓഫ് ദ സ്ക്വയർസ്, ആ എറേഴ്സിൻ്റെ സ്ക്വയേഴ്സുകളുടെ സം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ എററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിലെ മിനിമം എറേഴ്സ് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനെ, ദിസ് ഈസ് എ മെത്തേഡ് ഫോർ fitting a straight line. That means we are finding the errors of each point. ഓരോ പോയിന്റിലുള്ള എറേഴ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് we will be calculating the squares, sum of the squares of these errors. We differentiate this error with a constant and get the minimum error. Okay, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, XY ഒരു പോയിന്റ് എടുത്തു, പോയിന്റിലുള്ള ഡിഫറൻസ്, ആ എറർ ഇപ്പം നോക്കാം. നിങ്ങൾക്ക് XY വാല്യൂ ഇവിടെ ഒരു പോയിന്റ് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാം. ആ പോയിന്റിലുള്ള XY വാല്യൂസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കും, ആ എറർ റേറ്റ് കണ്ടുപിടിക്കും. അതാണ് DI എന്ന് പറയുന്നത്. DI ഈസ് YI മൈനസ് F ഓഫ് XI. ആ ഒരു എറർ റേറ്റ് കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ ഓരോ എറർ റേറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ എറേഴ്സിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദിസ് എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ ഡിഫറൻഷ്യേറ്റ് ദിസ് എറർ വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ഗെറ്റ് ദ മിനിമം എറർ. ഓക്കെ, ജസ്റ്റ് ഇത് തിയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പഠിക്കേണ്ടത് മെയിൻലി ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പഠിക്കാൻ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, least square method is least square method. It states that a curve is a best fit or a best curve if the sum of squares of the deviations of the individual points from the curve is minimum. Okay, ഇതിൽ നമുക്ക് നോർമലി
ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. തിയറി പോർഷൻസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമ്മൾ മെയിൻ ടോപ്പിക്കിലോട്ട് കയറുകയാണ്. ഫിറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇൻഡിവിജ്വൽ പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ്സ് എടുത്തിട്ട് അതിൽ ടു ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ, ആ ഒരു പോയിന്റ്, ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഒരു മെത്തേഡിനെയാണ് റിഗ്രഷൻ അനാലിസിസ് അല്ലെങ്കിൽ കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിറ്റർമൈൻ ബോത്ത് ദ റിഗ്രഷൻ ലൈൻസ് അങ്ങനെയും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിഗ്രഷൻ ലൈൻ കണ്ടുപിടിച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് റിഗ്രഷൻ ലൈനും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള, ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞുതരാം. ആദ്യം ഇപ്പം റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്, റിഗ്രഷൻ ലൈൻ ഓൺ വൈ ഓൺ എക്സ് എന്ന് പറയുമ്പം എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആൻഡ് y0, y1 etc. ആർ ദ വാല്യൂസ് ഓഫ് ദ ഡിപെൻഡൻറ്റ് വേരിയബിൾ വൈ. Then equation of the straight line നമുക്കറിയാം, y is equal to f of x is equal to a1x plus 0, a1x plus a0. This a1 and a0 are known as a regression coefficients. Okay, a1 and a0 are the regression coefficients and they represent the slope. a1 represent the slope and the y the intercept of the line. Okay, ഈ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. This regression line means regression line of the variable y on x. So what is a regression line? Regression line of the variable y on x. Our equation ആണ് y is equal to a1x plus a0, where a1 and a0 are the regression coefficients. Okay, നമുക്ക് നോക്കാം എന്താണ് regression line എന്ന് പറയുന്നത്. Regression line of y on x is f of x is equal to a1x plus a0. സോ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷനാണ്, ഈ റിഗ്രഷൻ ലൈൻ, ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം a1, we need to find the value of a1 and a0, റൈറ്റ്? a1ഉം a0യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, ഇല്ലേ? അതിന് വേണ്ടിയിട്ട് we have one formula for a0 and a1. ഈ ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ മതിയാകും. Okay, formula is a0 is equal to sigma y into sigma x square minus sigma x into sigma xy divided by n sigma x square minus sigma x the whole square. Okay, then a1 is a1ഉം a0യും a1ഉം തമ്മിൽ റിലേറ്റഡ് ആണ്. ഡിനോമിനേറ്റർ is same for both a0 and a1. Okay, that is n into sigma x square minus sigma x the whole square. നമുക്ക് ഓർക്കുക റിഗ്രഷൻ ലൈൻ ഓഫ് y on x ആണ്. y on x എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം a0 എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ y ഇൻറ്റു y on x എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ടേംസേ വരത്തുള്ളൂ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. y on x എന്ന് പറയുമ്പം ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ടേംസേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. ന്യൂമറേറ്ററിൽ a0യുടെ കേസിൽ സിഗ്മ y ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് വൈ. a1ൽ എന്ത് വരും? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു ഡിറ്റർമൈൻ ദ റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ x ആണ്. ഇനി ഹൗ ടു ഡിറ്റർമൈൻ ദ റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ y അത് നോക്കാം. x ഓൺ y. ഓക്കെ, റിഗ്രഷൻ ലൈൻ ഓഫ് x ഓൺ y എന്ന് പറയുമ്പോഴത്തേക്കും വിൽ ബി റൈറ്റിംഗ് ദ ഇക്വേഷൻ ആസ് x is equal to g of y. g of y, that is x is equal to g of y. That means regression line of x on y. മനസ്സിലായി? regression line of x on y. And equation എന്താണ്? x is equal to g of y, which is equal to b1y plus b0. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ b0യും b1 നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയും. ആൻഡ് ഈ ഒരു ലൈനിനെ എന്ത് പറയും? റിഗ്രഷൻ ലൈൻ ഓഫ് x on y. അപ്പോൾ നമ്മൾ എവിടെയും സിമിലർലി നമ്മൾ എവിടെയും രണ്ട് ഇക്വേഷൻ b1ഉം b0യുടെ വാല്യൂം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനും സെയിം ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് ഇതാണ്, ഓർക്കുക. എക്സ് ഓൺ വൈ ആണ് ഇവിടെ. എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോഴത്തേക്കും വൈൻ്റെ ടേംസ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്, അങ്ങനെ ഓർത്ത് വെക്കുക. n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഡിനോമിനേറ്റർ. ബോത്ത് ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് b0 ആൻഡ് b1 ആർ സെയിം.
നമുക്ക് ഇനി കമ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ A0യും B0യും റിലേറ്റഡ് ആണ്. A0യും B0യും റിലേറ്റഡ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം A0 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ A0 ആണെങ്കിൽ സിഗ്മ വൈ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, B0 ആണെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അത് A0യും A1ഉം ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. B0 എന്ത് ചെയ്താൽ മതി? എക്സ് എന്നുള്ള റീപ്ലേസ് ചെയ്യുക, വൈ എന്നുള്ള സ്ഥാനത്ത് എക്സ് ആക്കുക, എക്സ് എന്നുള്ള സ്ഥാനത്ത് വൈ ആക്കുക. ഇവിടെ സിഗ്മ വൈ ആണല്ലേ A0, അപ്പോൾ B0 വരെ അവിടെ സിഗ്മ എക്സ് വരും. ഓക്കെ. സിമിലർലി ഇവിടെ A0യിൽ ന്യൂമറേറ്ററിൽ സിഗ്മ എക്സ് സ്ക്വയർ ആണ്, അപ്പം ഇവിടെ എന്ത് വരും? സിഗ്മ വൈ സ്ക്വയർ വരും. മൈനസ് ഇവിടെ നോക്കിയ സിഗ്മ എക്സ് ആണ് ന്യൂമറേറ്ററിൽ, ഇവിടെ വരുമ്പം സിഗ്മ വൈ വരും. ഓക്കെ. അപ്പോൾ അത്ര ഓർത്ത് വെക്കുക. A0യും A1ഉം മാത്രം പഠിച്ചു വയ്ക്കുക. ഇനി B0യും B1ഉം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ? ബൈ റീപ്ലേസിങ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ ഈ രണ്ട് ഇക്വേഷനും പഠിച്ച്, ഈ 4 ഇക്വേഷനും, ദാറ്റ് ഇസ് A0 A1 B0 B1. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ 4 ഇക്വേഷനും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? മീൻസ് റിഗ്രഷൻ ലൈൻ, ബോത്ത് റിഗ്രഷൻ ലൈൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ടു എ ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈൻ കണ്ടുപിടിച്ചാൽ മതിയാവും. അത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഓർ എക്സ് ഓൺ വൈ. പക്ഷെ ബോത്ത് റിഗ്രഷൻ ലൈൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ. Thank you.